ഈ ഒരു സാൻഡ്രോ കൊണ്ടുപോകാം 2012 ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. നല്ല ചാൻസ് ആണ്. ഓക്കെ, ഈ വിലക്ക് കിട്ടാൻ എനിക്ക് ഡൗട്ട് ഉണ്ട്, വേറെ കിട്ടുമോ? ഓക്കെ, ഡീസലാണ്, നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടും. ഓക്കെ, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. പഴയ ഗുഡ് 2 ഡോർ വരും, 4 ഡോർ വരും. ഓക്കെ, പിന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക്, പിന്നെ സ്റ്റീരിയോ, ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ, നാവിഗേഷൻ, ഇതൊക്കെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സൂപ്പർ വീൽസിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സംഭവം അറിയാലോ, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. അത്രയും വിലക്കുറവിൽ വാഹനങ്ങൾ ലഭിക്കുന്ന നല്ല വാഹനങ്ങൾ, ക്വാളിറ്റിയോടുകൂടി അത്രയും വിലക്കുറവിൽ വാഹനങ്ങൾ ലഭിക്കുന്ന കോഴിക്കോടുള്ളൊരു ഷോറൂമാണ് സൂപ്പർ വീൽസ്. ബാക്കി ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ നമുക്ക് അനിരുദ്ധിനെ സ്വാഗതം ചെയ്യാം. അനിരുദ്ധെ, സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 മാസമായിട്ടല്ലേ വീഡിയോ ചെയ്തിട്ട്? 1.5 മാസത്തിൻ്റെ ഹായ് അനിരുദ്ധിൻ്റെ മോനാണ് വീഡിയോ ഉണ്ടാവും എപ്പോഴും. ഓക്കെ, അപ്പോൾ പുതിയ സ്റ്റോക്ക് എന്താ പാട്? വലിയ വണ്ടികൾ കുറച്ച് ഉണ്ട്, വലിയ വണ്ടിയുണ്ട്, അതേപോലെ ബഡ്ജറ്റ് വണ്ടികളും ഉണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് എത്ര തൊട്ടുന്നുണ്ട്? സ്റ്റാർട്ടിങ് 99. 99,000 രൂപ തൊട്ടുള്ള വണ്ടികളുണ്ട്. പെട്രോൾ വണ്ടിയുണ്ട്, ഡീസൽ വണ്ടിയുണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ മലാപ്പറമ്പ്, വയനാട് റോഡിൽ പാറപ്പടി സ്കൂൾ ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഒരു 5 കിലോമീറ്റർ, ബസ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ 4 കിലോമീറ്റർ, കോഴിക്കോട് ബസ് സ്റ്റാൻഡ്. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. നിങ്ങൾ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, കാരണം എന്ന് വെച്ചാൽ അത്രയും വിലപ്പാത്രം കിട്ടും അല്ലേ? നല്ല വണ്ടികൾ, നല്ല റേറ്റ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം നമുക്കൊരു വലിയ വണ്ടി തുടങ്ങാം. 7 സീറ്ററാണ്, KL8 രജിസ്ട്രേഷൻ. ഏതാ വണ്ടി? ഇത് അറിയോ? ഏതാ? XUV 500 500 എന്ന് പറയും അല്ലേ? XUV 500. എങ്ങനെ കാര്യങ്ങളാണ് ഇത്? ഇത് 2016 XUV 500. അതിൽ W4 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ, W4ന്റെ അകത്ത് ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക് മിറർ, കമ്പനി മ്യൂസിക് സിസ്റ്റം വരും. അതിൽ കസ്റ്റമർ കമ്പനി മ്യൂസിക് സിസ്റ്റം മാറ്റിയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വരാത്തെന്ന് വെച്ചാൽ അലോയ്സ്, ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് കൺട്രോൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. എയർബാഗിന്റെ എണ്ണം കുറയും, മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ബേസിക് ആയിട്ട് എല്ലാ സാധനങ്ങളും വണ്ടിയിൽ വരുന്നുണ്ട്. ഇത് ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര ഓട്ടം പോയത്? ഓണർഷിപ്പ് സെക്കൻഡ്, കിലോമീറ്റർ 1,58,000. കമ്പനി സർവീസ് ഉണ്ട്, വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര കൊടുക്കാത്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 5,75,000 കൊടുക്കാം. 5,75,000. 5,75,000 2016 W4 XUV 500 നിങ്ങൾ കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓട്ടം 158 കമ്പനി സർവീസ്. ഫുൾ സർവീസ് ഉണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റും ഇല്ല. നിലവിൽ പണിയൊന്നുമില്ല, മേജറൊക്കെ കഴിഞ്ഞാണ്. നല്ല വണ്ടിയാണ്, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. കറക്റ്റ് സർവീസ് പോയതാണ്. ഇത് ആ ഒരു ഷേപ്പ് മാറി വന്നതാണ്, ഫസ്റ്റ് ഷേപ്പ് മാറി വന്നതാണ്. അത് 15-ലാണ്, 15 വരെ പഴയ ഷേപ്പ്, അതിന് ശേഷം ഇറങ്ങിയ ഷേപ്പ് അത് മാറി വന്നതാണ്. ലോൺ കിട്ടും ഇതിന്? ആ ലോൺ ഒരു 5 lakhs വരെ ചെയ്യാം. 75,000 രൂപ കൊണ്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും അല്ലേ? നല്ലൊരു അടിപൊളി വിലയാണ്. 40 രൂപ പെട്ടെന്ന് വിളിക്കാം അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് ഫോർഡ് ഫിഗോ ആണ്, KL58 രജിസ്ട്രേഷൻ, തലശ്ശേരി വണ്ടി അല്ലേ? തലശ്ശേരി രജിസ്ട്രേഷൻ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2011 ഫിഗോ. 11 ടൈറ്റാനിയം ഡീസൽ. അന്നത്തെ ടോപ്പിൻ്റെ വാഹനമാണ് അല്ലേ? 2011 ഡീസലാണ്. നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടും. ഓക്കെ, ഇത് 3rd ഓണർ, അബവ് 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടൈറ്റാനിയം അതിനെക്കൊണ്ട് അതിൽ ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സൈഡ് മിറർ ഇലക്ട്രോണിക്, ഫോർഡിന്റെ മറ്റേ ബ്ലൂടൂത്ത് മ്യൂസിക് സിസ്റ്റം, അലോയിലും വരും. സാധനം വരുന്നുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ആണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വലിയ കുഴപ്പമില്ല. അത് കമ്പനി സീറ്റ് തന്നെ. കമ്പനി സീറ്റ് തന്നെ അല്ല? നല്ല വൃത്തിയുണ്ട്, അത് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നീറ്റാണ് എന്തായാലും. സിംഗിൾ ഓണർഷിപ്പാ? അല്ലല്ല, തേർഡായിട്ടുണ്ട്. ക്ലെയിം എന്തെങ്കിലും? ചെറിയ ഇതൊക്കെ ഉണ്ട്. ആ പഴക്കത്തിന് അതിന് ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. ഇല്ല. ഓക്കെ, ഇതിൽ കുറച്ച് ചില്ലറ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതൊരു ഇഷ്യൂസ് ഒന്നുമല്ല, പെയിന്റിങ് ഉണ്ട്. ഒന്നും ചെയ്തില്ല, ഇപ്പോൾ എടുത്ത പാടുള്ള കണ്ടീഷനാണ്. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? പിന്നെ അത്രയും റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 99,000 രൂപയ്ക്ക് ഡീസൽ ഫിഗോ കൊടുക്കാം. 2011 ഡീസൽ ഫിഗോ 99,000 രൂപയ്ക്ക്. അതും ടൈറ്റാനിയം. അത് ടൈറ്റാനിയാണ്, കിട്ടൂല. ഇല്ല, നിങ്ങൾ നോക്കിക്കോളൂ, കിട്ടൂല. ഓക്കെ, ലോണും കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ ഓടിക്കോളും. മെക്കാനിക്കലി നല്ല ഫിറ്റാണ്, നല്ല കണ്ടീഷനാണ് വണ്ടി. എല്ലാം ഓക്കെയാണ്. പെയിന്റിങ് ഉള്ള ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, വെറും 99,000 രൂപയ്ക്ക് കൊണ്ടുപോകാം ഈ കണ്ടീഷനിലല്ല? അതെ, ഈ കണ്ടീഷൻ. അടുത്ത വണ്ടിയിലേക്ക് നല്ല അടിപൊളി സാൻഡ്രോ വന്നിരിക്കുകയാണ്. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഈ 2010 മോഡൽ സാൻഡ്രോണ്. 2010 സാൻഡ്രോ GLS. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഓണർഷിപ്പ് 3-4 ഉണ്ട്. കിലോമീറ്റർ 1,10,000 ഓടിയിട്ടുണ്ട്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 2010 1,10,000 ഓടിയ നീറ്റ് വണ്ടിയാണ്. വണ്ടി നീറ്റാണ്. 2010 എന്നൊന്നല്ല കണ്ടാ പറയാ. അല്ല, വണ്ടി നീറ്റാണ്. ടയറും അത്യാവശ്യം തെറ്റില്ലാത്ത ടയർസും ഉണ്ട്. ഇൻഷുറൻസ് പുതിയത് കൊടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് 99 രൂപ കൊടുക്കും. 99,000 രൂപയ്ക്ക് 2010 സാൻഡ്രോ GLS കൊണ്ടുപോകാം. എല്ലാ ഫംഗ്ഷനും കാര്യമെല്ലാം മെക്കാനിക്കലി നല്ല ഫിറ്റ് ആണ്. ലോങ് കാര്യങ്ങളൊക്കെ പോവാം. നല്ല വണ്ടിയാണ്. പോവാം. ഒരു പണിയില്ല, ഒന്നുമില്ല അല്ലേ? ഇല്ല പണിയൊന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. Audi A4 ആണ് അടുത്ത വാഹനം. KL 43 മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരള. ഇത് ഒറിജിനൽ കേരള. എങ്ങനെയാണ് കാര്യങ്ങൾ? 2012 A4. 12 ഫേസ് ലിഫ്റ്റഡ് ഷേപ്പ് വന്ന വണ്ടിയത്. ഓക്കെ. ഇത് 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിനകത്ത് സൺറൂഫ് ഉള്ള വേരിയൻ്റ്. സൺറൂഫ് വരുന്ന പ്രീമിയം പ്ലസ് സൺറൂഫ് എന്ന് പറഞ്ഞ വേരിയൻ്റ്. ഓക്കെ. അതിൽ 6 എയർ ബാഗ് വരും. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സൺറൂഫ്, മ്യൂസിക് സിസ്റ്റം, മിറർ, ഒരു ഇതെല്ലാം സാധനങ്ങളും സീറ്റ്. ഓക്കെ. റേറ്റ് വരുന്നത് 9,78 എത്ര? 9,78. 9,78,000 രൂപയ്ക്ക് 2012 99,000 കിലോമീറ്റർ ഓടിയ A4 ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കണം. അല്ല, തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. വേറെ ക്ലെയിം എന്തെങ്കിലും? ഇല്ല, ക്ലെയിം കാര്യങ്ങൾ. ഒറിജിനൽ കേരള വാഹനമാണ്. 9,78 കൊണ്ടുപോകാം. ഒരു 18 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും ഇതിന്. 15 ടൗണിൽ കിട്ടും. ഒരു 18 ഹൈവേയിൽ കിട്ടും. ഓക്കെ. ഇതിന് മുന്നേ ചെയ്ത വണ്ടിയായിരുന്നു. ഒരു 3-4 മാസം മുന്നേ ചെയ്ത. പിന്നെ ഞാനിത് യൂസ് ചെയ്യാനെടുത്തു. എൻ്റെ ഒരു ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ വീട്ടിൽ ചെയ്തപ്പോൾ കൊടുത്തപ്പോൾ ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്യാനെടുത്തു. ഓക്കെ. ഇതിങ്ങനെ കൊടുക്കാൻ വെച്ചത് നല്ല വണ്ടിയാണ്. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാനില്ല. ഞാൻ സർവീസൊക്കെ ചെയ്താണ് ഇതിൻ്റെ. ഓക്കെ. ഓയിൽ സർവീസും എൻ്റെ ഇപ്പം വേണ്ടുന്ന എന്തൊക്കെയാണ് പീരിയോഡിക് സർവീസ് ചെയ്താണല്ല. ആ പീരിയോഡിക് സർവീസൊക്കെ ചെയ്താണ്. എല്ലാ ഭാഗവും പക്കയാണ്. ഓക്കെ. മെക്കാനിക്കലി ഫിറ്റാണ്. ലോൺ കിട്ടോ? ലോൺ അറിയില്ല, നോക്കണത്. നോക്കിയിട്ടില്ല. ഓക്കെ. നോക്കിയില്ല. എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. 2012 കേരള വണ്ടിയാണ്. താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. 9,78 അല്ലേ? 9,78 ഫൈനൽ റേറ്റ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു റെഡ് ഫിയറ്റിന്റെ വാഹനമാണ്. KL1. ഫിയറ്റിന്റെ ഏതാ വണ്ടി ഇത്? പുണ്ടോ. ഓക്കെ. എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? ഇത് ഫിയറ്റ് പുണ്ടോ ഇവോ എന്ന് പറഞ്ഞ മോഡലാണ്. ഇവോ ആണ്. ഓക്കെ. 14 ശേഷം ഫേസ് ലിഫ്റ്റ് വന്നതാണ്. അതിൽ ഇവോ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതിൽ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏതാ മോഡല്? ഇത് 15 മോഡൽ. 15 മാസമൊക്കെ ഓർമ്മയില്ല. 15 മോഡലുണ്ട്. 1.10 ഓട്ടോ. ഓണർഷിപ്പ് സെക്കൻഡ്. ഡൈനാമിക് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഡൈനാമിക്കിൽ ABS വരും. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം ആണ് വരിക. മ്യൂസിക് സിസ്റ്റം കമ്പനി മ്യൂസിക് സിസ്റ്റം മാറ്റിയിട്ട് അതിൽ ടച്ച് സ്ക്രീനും ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റം ആണ്. അടിപൊളി മ്യൂസിക് സിസ്റ്റം ഉണ്ട്. പിന്നെ വേറെ ക്ലെയിം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റെഡ് കളറാണ്. അതിൽ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഗ്രില്ലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പോലെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. നല്ല വൃത്തിയുണ്ട് അല്ലേ? നല്ല വൃത്തിയുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. 2015 ഇവോ ആണ്. ഇവോ ഡൈനാമിക് ആണ് ഓപ്ഷൻ വരുന്നത്. നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. അലോയ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരില്ല. അലോയ് പോലെ തോന്നുന്നത്. ഓക്കെ. അലോയും ഉണ്ടാവില്ല, എയർ ബാഗും ഉണ്ടാവില്ല. ബാക്കി സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടി എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 2,68,000 രൂപ കൊടുക്കാം. അതിൻ്റെ അകത്ത് ലോണ് കിട്ടാൻ സാധ്യത കുറവാണ്. ഓക്കെ. 18-20. പിന്നെ ഫിയറ്റിന്റെ സർവീസ് ഇപ്പോഴും ഉണ്ട്. ജീപ്പിന്റെ സർവീസ് സെന്ററിൽ നിങ്ങൾക്ക് സർവീസ്. ഓക്കെ. അടുത്ത വാഹനം ഹോണ്ടയുടെ സെഡാൻ കാറ്റഗറിയാണ്. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ആണ്. എറണാകുളം ജില്ല. ഏതാ വണ്ടി? ഹോണ്ട സിറ്റി. ഓക്കെ. എങ്ങനെയാ ഇത്? ഹോണ്ട സിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ CVT ഗിയർ ബോക്സ് വരും. ഓക്കെ. 2014 മോഡൽ. സിംഗിൾ ഓണർ. ലോ കിലോമീറ്റർ വണ്ടി. 56,000 ഓടിക്കുള്ളൂ. അതിന് പ്രോപ്പറായിട്ട് ഹിസ്റ്ററി ഉണ്ട്. 56 സർവീസ് ചെയ്യുന്നുണ്ട്. വെറുതെ കയറിയല്ലോ. കറക്റ്റ് സർവീസ് ആയിട്ട് പോയല്ലേ? പീരിയോഡിക് സർവീസ് എല്ലാം ചെയ്തിട്ടില്ലേ? പീരിയോഡിക് ഓയിൽ സർവീസ് എല്ലാം പോയത്. ഓക്കെ. ഇത് 56 സർവീസ് ചെയ്തിട്ടുണ്ട്. 2014 വണ്ടിയെ സംബന്ധിച്ച് വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. പ്രത്യേകിച്ച് ഹോണ്ടാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടും. പെട്രോൾ എഞ്ചിൻ അല്ല. ഓക്കെ. വലിയ പണി വരാത്ത ഒരു എഞ്ചിനാണ്. അതിൽ തന്നെ ലോ കിലോമീറ്റർ ആണ് ഇത് പറയുകയാണെങ്കിൽ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും? മേജറായിട്ടൊന്നുമില്ല. മൈനർ ക്ലെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡോർ ഓട്ടോ റീപ്ലേസ് ഉണ്ട്. ചെറിയ ഓട്ടോമാറ്റിക് ആയ ലെവലിൽ ചെറിയ ബമ്പർ സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. മേജർ ഇടി അങ്ങനെ ഒന്നുമില്ല. ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയില്ല. ഓക്കെ. CVT ഗിയർ ബോക്സ് ആണ് വരിക. ഓട്ടോമാറ്റിക്. ഒരു 10 to 13, 14 വരെയൊക്കെ മൈലേജ് കിട്ടുമായിരിക്കും അല്ലേ? 10 ടൗണിൽ ഒരു 10-11, ഹൈവേയിൽ ഒരു 15 വരെ. ഓക്കെ. എന്തായാലും എങ്ങനെ ഓപ്ഷൻ ഏതാ? V ആണോ? അല്ല, ഇത് SV ആണ്. SV ആണ്. ഓക്കെ. SV ഫീച്ചേഴ്സ് വരുന്നത് വെച്ചാൽ ഡ്യുവൽ എയർ ബാഗ്, ABS,
ഫോർ പവറിൻ്റെ സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റിങ്, മിറർ അഡ്ജസ്റ്റിങ്, ക്ലൈമറ്റ് AC, പിന്നെ മ്യൂസിക് സിസ്റ്റം ടച്ച് ഉണ്ടാവില്ല, നോർമൽ മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾ. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 495 കൊടുക്കാം. അതിൽ ഏകദേശം ഒരു 4 ലക്ഷം രൂപ ലോണും ചെയ്യാം. ഓട്ടോമാറ്റിക് സിറ്റിയാണ്, CVT ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് സിറ്റി. 4,95,000 രൂപയ്ക്ക് 2014 ലോ കിലോമീറ്റർ 56,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 4 lakh 4 above ലോൺ കിട്ടുമോ? 4 lakhs ആ റേഞ്ചിൽ ലോൺ ചെയ്യാം. എന്തായാലും ചെയ്യാൻ പറ്റും. മെയിൻ്റനൻസ് കോസ്റ്റ് ഒരു 4,000-5,000 ആ റേഞ്ചിൽ. ഓക്കെ. മാരുതി സുസുക്കി സെലേറിയാണ് അടുത്ത വണ്ടി. KL11 കോഴിക്കോട് രജിസ്ട്രേഷനാണ്. നല്ല പരിചയമുണ്ട് ഇത്. അത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വണ്ടിയായിരുന്നു. ലോണിൻ്റെ ഒരു റിജക്ഷൻ വന്നപ്പോൾ അങ്ങനെ ഇതായി പോയതാണ്. ഓക്കെ. 2 വണ്ടിയുണ്ട്, 2 അല്ല, ഒരു 3 വണ്ടിയുണ്ട് ലോൺ റിജക്റ്റ് ആയി പോയത്. ഓക്കെ. അത് ഈ വീഡിയോയിൽ കാണിക്കണ്ടല്ലോ? കാണിക്കുന്നുണ്ട്. ഓക്കെ. എങ്ങനെ കാര്യങ്ങൾ? ഇത് 2014 സെലേരിയോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് സെല്ലാറ് VXL ഓട്ടോമാറ്റിക്. കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്, 49 ഓടിക്കുള്ളൂ. ഓക്കെ. അത് ഫുൾ കമ്പനി സർവീസ് ഉണ്ട്, ഫുൾ ഹിസ്റ്ററി ഉണ്ട്. 16 പറഞ്ഞേ? 14 2014 VXI ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് സെലേറിയോ ആണ്. ഓക്കെ. വണ്ടി നല്ല വണ്ടിയാണ്. അപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉള്ളതുകൊണ്ട് വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. അതിൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, അത് ഹിസ്റ്ററിയിലുണ്ട്. എത്ര മേജർ തട്ട് കാര്യങ്ങളൊന്നുമില്ല, ഒരുവിധം എല്ലാ ഭാഗം ഓക്കെയാണ്. എത്ര കൊടുക്കാം? ഇത് നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. 3,08,000 രൂപ കൊടുക്കാം. വേറെ എവിടെയും കിട്ടില്ല. 3,08,000 3,08,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഓടിയ 2014 VXI ലോ കിലോമീറ്റർ ഓടിയ ഒരു സെലേറിയോ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 3,08,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഇതിനപ്പുറം എവിടെയും കിട്ടൂല. അത് നല്ല ഡീൽ റേറ്റ്. അതെ, ഒരു ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ണും പൂട്ടി എടുത്തോ, ഒന്നും നോക്കാം. മാരുതിന്റെ വണ്ടി എന്നെ നോക്കുന്ന ആൾക്കാരുണ്ടോ, അവർക്ക് കണ്ണും പൂട്ടി എടുക്കാം. ഫുൾ ലോൺ കിട്ടും ഏകദേശം, അല്ലെങ്കിൽ 2.25 എന്തായാലും ഫുൾ എന്തായാലും കിട്ടും. ഓക്കെ. ഓരോരുത്തർ എലിജിബിലിറ്റി അതെ, കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഒന്നും കുഴപ്പമൊന്നുമില്ല, കിട്ടാൻ ചാൻസ്. ഫുൾ ലോൺ തന്നെ കിട്ടും. ഓക്കെ. എക്കോസ്പോർട്ടാണ് അടുത്ത വാഹനം. KL1 രജിസ്ട്രേഷൻ. എങ്ങനെ കാര്യങ്ങൾ? ഇത് 2017 എക്കോസ്പോർട്ട് പെട്രോൾ ആംബിയൻ എന്ന് പറഞ്ഞ വേരിയന്റ്. ഓക്കെ. എക്കോസ്പോർട്ടിൽ പുതിയ ഷേപ്പ് ഇറങ്ങിയ വണ്ടിയാണ്, ഫേസ് ലിഫ്റ്റ്. പുതിയ ഷേപ്പിൽ ഇറങ്ങുമ്പോൾ ആംബിയന്റിൽ എല്ലാ ഫീച്ചേഴ്സും വരും. ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇലക്ട്രിക് മിറേഴ്സ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾ, എല്ലാ സാധനങ്ങളും വരുന്ന വണ്ടിയാണ്. പെട്രോൾ ആണ്, പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ. അതിൽ ഡ്രാഗൺ സീരീസിൽ വരുന്ന എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. ടൗണിൽ ഒരു 13, ഹൈവേയിൽ ഒരു 15 വരെയും കിട്ടും. 15. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ലോ ആണ്, 53,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. അതിൽ 50 വരെ കമ്പനി സർവീസ് ഉണ്ട്, ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. എത്ര കൊടുക്കുക? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 5,40,000 കൊടുക്കുക. അതിൽ 5 ലക്ഷം രൂപ ലോൺ ചെയ്യുക. 5 lakh ലോണും കിട്ടുന്നുണ്ട്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഒരു എക്കോസ്പോർട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ. വേറെ വർക്കൊന്നുമില്ല. വേറെ വർക്കൊന്നുമില്ല. സർവീസ് കോസ്റ്റ് ഒരു 4 മുതൽ 5 വരെ കമ്പനി സർവീസ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത വാഹനമാണ് KL11 രജിസ്ട്രേഷൻ. ഏതാ വണ്ടി? Kia Seltos. Kia Seltos. ഓക്കെ. എങ്ങനെയാ ഡീറ്റെയിൽ? ഏത് ലൈനാണ്? GT ലൈനാ? GT. GT ലൈൻ. ടോപ്പ് ആൻഡ് ഏറ്റവും ടോപ്പ് ആൻഡ് അല്ലേ? ഓക്കെ. എങ്ങനെയാ കാര്യങ്ങൾ? കിയ സെൽറ്റോസിൽ GT ലൈൻ ഓക്കെ ആണ് വരുന്നത്. അതിൽ GTX പ്ലസ്, GTK, GTX പ്ലസ് 3 വേരിയന്റ് വരുന്നുണ്ട്. GTK, GTX, GTX പ്ലസ്. അതിൽ GTX ആണ്, GTX പ്ലസ് അല്ല. ഓക്കെ. അതിൽ ഇത് പെട്രോൾ 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ്. മോഡൽ ഏതായിരുന്നു? മോഡൽ 19 ലാസ്റ്റ് നവംബർ ഡിസംബർ ആ ടൈമിൽ വരും. ഇതിൽ വരാത്ത ഫീച്ചേഴ്സ് ആണ് സൺറൂഫ് ഉണ്ടാവില്ല. ബാക്കി ഒരുവിധ എല്ലാ സാധനങ്ങളും സൺറൂഫ് ഉണ്ടാവില്ല, 360 ക്യാമറ, അങ്ങനെ 2-3 ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ. ബാക്കി ഒരുവിധ സാധനങ്ങളൊക്കെ വരും. എയർ ബാഗ് ഒക്കെ എണ്ണൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് കമ്പനി കൊണ്ട് വണ്ടിയായിരുന്നു. കിലോമീറ്റർ 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. ഓട്ടോമാറ്റിക് DCT അല്ല, 7 സ്പീഡ് DCT. ഇതിൽ ഇഞ്ചിൻ വരുന്നത് ടർബോ പെട്രോളാണ് വരിക. 1.4 GDI എന്ന് പറഞ്ഞ ഗ്യാസലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ഓക്കെ. ആ ഇഞ്ചിൻ അതിൽ വരുന്നത്. വേറെ ബോണ്ട് റീപ്ലേസ് ഉണ്ട്. ബോണ്ട് ചെറിയ എന്തൊരു കിട്ടിയ ബോണ്ട് ഹെഡ്ലൈറ്റ്, അങ്ങനെ ഈ സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്കൊരു ഗംഭീരമായ ഓഫർ പ്രൈസിന് കൊടുക്കാം. ആർക്കും കൊടുക്കാൻ പറ്റാത്ത റേറ്റിന്. എത്ര? ഡീലർമാർ ചോദിച്ചു വരരുത്, കസ്റ്റമർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. 9,75,000 കൊടുക്കാം. 9,75,000 രൂപയ്ക്ക് 2019 പെട്രോൾ ഓട്ടോമാറ്റിക് GT ലൈൻ കിയ സെൽറ്റോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. എനിക്ക് തോന്നുന്നു മാനുവൽ വണ്ടിക്ക് ആൾക്കാർ അത്രയും ചോദിക്കും. മാനുവൽ ഏറ്റവും ബേസ് മോഡൽ ST. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, ശ്രദ്ധിച്ചോ. ഓട്ടോമാറ്റിക് പെട്രോൾ GT ലൈൻ ഇതിന് എന്തായാലും പിടിയും വിലയായിരിക്കും. ഡീലർക്ക് കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ RC ട്രാൻസ്ഫർ അത്രയും കമ്പൽസറി ആണ്. കമ്പനി കൊണ്ട് വെഹിക്കിൾ അതിനെ കൊണ്ട്. അപ്പം നിർബന്ധമായിട്ടും RC ട്രാൻസ്ഫർ വേണം. അതുകൊണ്ട് കസ്റ്റമർക്ക് മാത്രമേ, എൻ കസ്റ്റമർക്ക്
കൊടുക്കാം. ലോണ് ഫുൾ ലോണിൻ്റെ മുകളിൽ ചിലപ്പം കിട്ടണ്ടാവും. പക്ഷേ ഫുൾ ലോൺ കിട്ടുമെന്ന് വിചാരിച്ചാൽ എല്ലാവരും വന്നിട്ട് കാര്യമില്ല. എലിജിബിലിറ്റി വേണം. കാരണം 9 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ബാക്കപ്പ് വേണം. അത് ബാങ്ക് നോക്കും നമ്മളെ മാസത്തിൽ എത്ര വരുമാനം നമുക്ക് വരുന്നത്. 5 കൊല്ലത്തേക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ 2500 രൂപയാണ് പെർ ലാക്ക് EMI വരിക. 4 കൊല്ലം വെച്ചാൽ 2900 വരും. അപ്പോൾ 2500 എനിക്ക് ഏകദേശം 9 ലക്ഷം അല്ല, നമ്മൾ 10 ലക്ഷം കൂട്ടാൻ വെച്ചാൽ ഏകദേശം 25,000 രൂപ 5 കൊല്ലത്തേക്ക് തന്നെ ലോൺ എടുക്കാൻ വെച്ചാൽ ഇനി വരും. അപ്പോൾ 25 രൂപ ലോൺ കിട്ടുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40,000 രൂപ വരുമാനം നിർബന്ധമായിട്ടും 40-50 രൂപ വരുമാനം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അങ്ങനെ ക്രൈറ്റീരിയ എല്ലാം നോക്കുന്നുണ്ട്. IT ഒക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു ചാൻസ് റേറ്റ് ആണ്. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത i20 ആണ്. KL71 രജിസ്ട്രേഷൻ ആണ്, നിലമ്പൂരില്ല. എങ്ങനെയാ? ഇതും കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വണ്ടിയായിരുന്നു. ലോണിന്റെ കേസായിട്ട് റിജക്ട് ചെയ്തതാണ്. ഓക്കെ, ഇത് 14 മോഡൽ i20 സിംഗിൾ ഓണർ വണ്ടിയാണ്. 1.15 ഓട്ടം ഡീസലാണ്. മാഗ്ന ഡീസൽ മാഗ്ന, AC പോസ്റ്ററി, പോഡർ പോർവിറ്റ്, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് അല്ല. മിറർ അഡ്ജസ്റ്റ്മെന്റ് എത്ര ഫീച്ചേഴ്സ് വരും? എത്ര ഓട്ടം പോയത്? ഓട്ടം പോയത് 1.16. ഓക്കെ, ഒരു 17-18 റേഞ്ച് ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോളും വരും. സ്റ്റിയറിംഗ് കൺട്രോൾ വരും. ഓക്കെ, ഇത് നമ്മൾ ഒരു ഓഫർ പ്രൈസ് പോലെ തന്നെ കൊടുക്കാം. 399 കൊടുക്കാം. 3,99,000 രൂപയ്ക്ക് 2014 ഡീസൽ മാഗ്ന i20 കൊണ്ടുപോകാം. നല്ല മൈലേജും എല്ലാം ഉള്ള വണ്ടി അല്ലേ? നല്ല ഓഫറിൽ 3,99,000 ഫുൾ ഓൺ കിട്ടുമോ? ഫുൾ ഓൺ എടുപ്പിച്ച് കിട്ടും. 375 എന്തായാലും കിട്ടും. ഓക്കെ, ഇതാ 2 വണ്ടിയുണ്ട്. ആദ്യം i10 ഗ്രാൻഡ് പറയാം. KL4. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ്. ഇത് 2016 ഗ്രാൻഡ് i10 സ്പോർട്സ്. സ്പോർട്സിൽ മാനുവൽ ഗിയർ വരുന്ന പെട്രോളാണ്. കിലോമീറ്റർ വന്ന് 68, ഓണർഷിപ്പ് സെക്കൻഡ്. ഇതും വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 68 വരെ 68 ഇപ്പോൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, 338 കൊടുക്കാം. 3,38,000 രൂപയ്ക്ക് 2016 സ്പോർട്സ് ഓപ്ഷൻ ഫുള്ളിന് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. 3 ലക്ഷം രൂപ ലോൺ ചെയ്യാം. മൈലേജ് ഒരു 13 മുതൽ ഒരു 16 വരെ ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും. 38,000 രൂപ ഇറക്കാൻ പറ്റുന്ന ഒരു i10 ഗ്രാൻഡ് ആണിത്. അടുത്തത് ആസ്പയർ, ഫോർഡ് ആസ്പയർ ആണ്. KL65 അല്ല, തിരുവനങ്ങാടി. ഇത് 2-3 ആൾ ലോൺ ഇട്ട് ഒക്കെ ലോൺ റിജക്റ്റ് ആയി പോയ കേസാണ്. കസ്റ്റമറിന്റെ പ്രശ്നം കൊണ്ട് മാത്രം റിജക്റ്റ് ആയി പോയത്. ഇത് 2017 17 ലാസ്റ്റ് നവംബർ. ഫിഗോ ട്രെൻഡ് പ്ലസ് ഡീസൽ 1.22 ഓട്ടം. മൈലേജ് കിട്ടൂല, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 18+ എന്തായാലും കിട്ടും. 18-20 ആ റേഞ്ചിൽ കിട്ടും. ട്രെൻഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. 1.22 ഓട്ടം വരുന്നത്. അതിൽ ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക് മിറർ, മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾ. അത്ര സാധനങ്ങൾ വരാം. ഓക്കെ, 348 കൊടുക്കാം. 3,48 ഫുൾ ലോൺ കൊടുക്കാം. ലോൺ എലിജിബിൾ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കിട്ടും. ഇതും ഡീസൽ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ട് പെട്ടെന്ന് വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക്. മഹീന്ദ്രയുടെ വണ്ടിയാണ് അടുത്തത്. KL56 രജിസ്ട്രേഷൻ. ഏതാ വണ്ടി? KUV 100 K4. K4 ആണ് ഓപ്ഷൻ അല്ലേ? KUV 100. ഓക്കെ, എങ്ങനെയാ? മഹീന്ദ്ര KUV 100 K4, 17,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഇപ്പോൾ 17,000 സർവീസും ചെയ്താണ്. 17,000 വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. പക്ക കമ്പനി സർവീസ് പോയിട്ട്. കമ്പനി സർവീസ്. ഇതിൽ K4 ആയതുകൊണ്ട് 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ വരും. ABS-ഉം വരും. പിന്നെ റേറ്റ് വരുന്നത് 295 ആണ്. 295-ൽ 295 2016 വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 2.5 ഒക്കെ 2 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ലോൺ കിട്ടും. ഓക്കെ, ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരുന്ന ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സർവീസ് കോസ്റ്റ് ഒരു 5,000, മൈലേജ് ഒരു 13-15 അറേഞ്ച്. അടുത്ത ടാറ്റ ടിയാഗോ KL77 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് XT എന്ന് പറഞ്ഞ വേരിയന്റ്, ഫുൾ ഓട്ടോമാറ്റിക്. ഫുള്ളിന്റെ തൊട്ട് താഴെ അല്ലേ? ഫുള്ളിന്റെ തൊട്ട് താഴെ. അതിൽ 70 കിലോമീറ്റർ ഓടിയുണ്ട്. 68-70 ഓടിയുണ്ട്. ഓക്കെ, ഏതാ മോഡല്? 18 2018 XT അല്ലേ? 78,000 ഓടി അല്ല? 78,000 68-70 ആ റേഞ്ചിൽ. 68. ഓക്കെ, ഓണർഷിപ്പ് സിംഗിള്. പിന്നെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഇല്ല? ക്ലെയിം പെയിന്റ് ടച്ചപ്പ് ഉണ്ടാവും, വേറെ റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ഒരു 14-17 റേഞ്ച് മൈലേജ് കിട്ടും അല്ലേ? 14-17 റേഞ്ച് മൈലേജ് കിട്ടും. 4 ഡോർ പവറിൻ്റെ സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ, കമ്പനിയുടെ ഹാർമാൻ്റെ സിസ്റ്റം, അത്ര സാധനങ്ങളിൽ വരും. റേറ്റ് വരുന്നത് നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 398 കൊടുക്കാം. ലോൺ ഒരു 3.5. ഓട്ടോമാറ്റിക് ടിയാഗോ XT ഓപ്ഷൻ വരുന്ന ഓട്ടോമാറ്റിക് ടിയാഗോ XT-യെ 398 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണ് ഒരു ലോണ് 3.5. മൈലേജ് ഞാൻ പറഞ്ഞു 15 മുതൽ ഒരു 18 മാക്സിമം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മളെ ഷോറൂം പോയിട്ട് വേറൊരു പോളിഷിംഗ് സെന്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഒരു പോളിഷിംഗ് സെന്ററിലേക്ക് പോകാനുണ്ടല്ലേ? 3 വണ്ടി 2 സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറി മാറി കൊടുക്കണം. ഓക്കെ, അപ്പോൾ KL16 രജിസ്ട്രേഷനുള്ള ഒരു
നല്ലൊരു സാൻഡ്രോ ആണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2012 ലാസ്റ്റ് സാൻഡ്രോ സിംഗ് GLS ആണ്. GLS, ഓക്കെ. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, കമ്പനി സെൻട്രൽ ലോക്ക്, ന്യൂ സിസ്റ്റം ഉണ്ടോ? ന്യൂ സിസ്റ്റം ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാം വർക്കിംഗ് അല്ലേ? നല്ല വർക്കിംഗ്, നല്ല വണ്ടിയാണ്. 2012 ലാസ്റ്റാ? 12 ലാസ്റ്റാണ്. എന്താ ക്ലെയിം റീപ്ലേസ്മെന്റ്? ഇല്ല, റീപ്ലേസ്മെന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. പെയിന്റ് ടച്ചപ്പ് ഒക്കെ ഉണ്ടാവും, അല്ലാതെ റീപ്ലേസ് ഒന്നുമില്ല. ഒരു 12 to 15 റേഞ്ചൊക്കെ മൈലേജ്. 12 സിറ്റിയിലും കിട്ടും, ഒരു 15-16 വരെ ഹൈവേ നല്ലോണം പോലെ ഓടിച്ചാൽ കിട്ടും. പിന്നെ 70,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണറാണ്. ഓക്കെ. സർവീസ് കോസ്റ്റ് വളരെ കുറച്ച് സർവീസ് കോസ്റ്റ് വരുള്ളൂ. ഒരു 3 രൂപ ആ റേഞ്ചിലൊക്കെ. എനിക്കൊന്ന് കമ്പനിയിൽ തന്നെ 3-4 രൂപക്ക് തന്നെ ചെയ്യാം. പുറത്തുനിന്ന് വെച്ചാൽ 2-2.5 ആ റേഞ്ചിൽ നമുക്ക് 10,000 കിലോമീറ്ററിന് സർവീസ് ചെയ്യാം. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 125 കൊടുക്കാം. എത്ര? 125. 1,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാൻഡ്രോ കൊണ്ടുപോകാം. 2012 ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. നല്ല ചാൻസ് ആണ്. ഓക്കെ. ഈ വിലക്ക് കിട്ടാൻ എനിക്ക് ഡൗട്ട് ഉണ്ട്, വേറെ കിട്ടുമോ? ഓക്കെ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ചിലപ്പം വണ്ടി കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞില്ല. ആവറേജ് കണ്ടീഷൻ വണ്ടി എല്ലാം പറയാം, ഓണർഷിപ്പ് ഉള്ള വണ്ടി കിട്ടിയിരിക്കും. നല്ല ക്വാളിറ്റി വണ്ടി. അതെ, ഈ സിംഗിൾ ഓണർഷിപ്പിൽ കിട്ടില്ല. ടയർസ് ഫ്രണ്ടിൽ 2 ടയർസും പുതിയതാണ്. ബാക്കിൽ ഒരു ടയർ ആവറേജ് ഉള്ളൂ, ഒരു ടയർ നല്ലതുണ്ട്. ബാറ്ററി പുതിയതാണ്. ഇൻഷുറൻസ് ഫുൾ കവർ, പുതിയ ഇൻഷുറൻസ്. അപ്പോൾ എടുക്കുന്നവർക്ക് ജസ്റ്റ് സർവീസ് ചെയ്യാം, ഓടിക്കുക. സർവീസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുമായിരിക്കും. വേറെ ഒന്നും ചെയ്യാനില്ല. എന്തായാലും ധൈര്യത്തിന് ചെയ്തോട്ടെ. ധൈര്യത്തിന് വെറുതെ ചെയ്തോട്ടെ. ചെറിയൊരു പൈസ അല്ലേ ഉള്ളൂ, അത് ചെയ്തോ. എവിടെ വേണമെങ്കിൽ എടുത്ത് പോവാം, ലോങ് ഒക്കെ പോവാം. നല്ല ക്വാളിറ്റി. ഇത് ട്രിവാൻഡ്രത്ത് ഓടിച്ചുകൊണ്ടുവന്ന വണ്ടിയാണ്. 16 അവിടെ വരുന്നത്. 13 കിലോമീറ്റർ ഓടിയിട്ടാണ് വണ്ടി കോഴിക്കോട്. ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ ആണ്. അവിടെ 4 കിലോമീറ്റർ ഓടിക്കാൻ വണ്ടി പക്കയാണ് വണ്ടി. ഓക്കെ. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാം. വെറും 1.25 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം. ലോണൊന്നും എടുക്കാൻ നിൽക്കണ്ട, കിട്ടലുണ്ടാവില്ല. അടുത്ത വണ്ടിയിലേക്ക് റിനോ ക്വിഡ് ആണ് അടുത്ത വാഹനം. ഫേസ് ലിഫ്റ്റ് ന്യൂ ഷേപ്പ് വണ്ടി. KL 72 രജിസ്ട്രേഷൻ ആണ്. 72 ഇവിടെ ബത്തേരിയ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. അറിയുന്നവരുടെ കമന്റ് ചെയ്തോളൂ. ഓക്കെ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2020 മോഡല് ക്വിഡ് RST ഓട്ടോമാറ്റിക് ആണ്. RST ഓപ്ഷണൽ ഓട്ടോമാറ്റിക്. RST ഓപ്ഷണൽ ടോപ്പ് ഓപ്ഷൻ. സെഡ് വരുന്നില്ല. ഓക്കെ. ഇല്ല, RST വരുന്നില്ല. RST ഓപ്ഷനിൽ. ഓക്കെ. ഏറ്റവും ടോപ്പിൻ്റെ. ഓക്കെ. 2020 ആണ്. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ 1000 cc അല്ല? ഓട്ടോമാറ്റിക് 1 ലിറ്ററിൽ മാത്രമേ വന്നത്. 1000 cc മാത്രമാണ് വന്നത്. AMD ഗിയർ ബോക്സ് വരെ. അത് ഇതിനകത്ത് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. പഴയ ഗുഡിന് 2 ഡോർ വരും, 4 ഡോർ വരും. ഓക്കെ. പിന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക്, പിന്നെ സ്റ്റീരിയോ, ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ, നാവിഗേഷൻ, ഇതൊക്കെ ആൻഡ്രോയിഡ് ഓട്ടൊക്കെ വരുന്ന സ്റ്റീരിയോ വരും. ക്യാമറ, റിവേഴ്സ് സെൻസർ വരും. ഇത് കിലോമീറ്റർ 50,000 കിലോമീറ്റർ ആണ് ഓടിയത്. സിംഗിൾ ഓണറാണ്. ഓക്കെ. ഈ വണ്ടിക്ക് അടുത്ത വർഷം ജൂൺ ജൂലൈ വരെ വാറണ്ടി ഉണ്ടെന്നാണ് കമ്പനിയിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്. അത് റിനോൾട്ടിന്റെ വാറണ്ടിയാണ്, അവരുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ 50 കിലോമീറ്റർ ആയി. ലാസ്റ്റ് 49,000 കമ്പനിയിൽ സർവീസ് ചെയ്തത്. വേറെ ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ടച്ചപ്പ് ഒക്കെ ഉണ്ടാവും. ഒരു 16, 17, 18 റേഞ്ച് മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക്കലി അത്ര മൈലേജ് കിട്ടും. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 3,78,000 കൊടുക്കാം. 378. ഓക്കെ. 378 2020 ഓട്ടോമാറ്റിക് ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. എനിക്ക് തോന്നുന്നു പുതിയ വണ്ടിക്ക് ഒരു 6 ലക്ഷം ആ റേഞ്ചിൽ എന്താണ് പുതിയ വണ്ടിയിൽ ഓട്ടോമാറ്റിക്കിന് വരുന്നത്. ഓക്കെ. ഈ ഓപ്ഷനിൽ. ഓക്കെ. ആ റേഞ്ചിൽ കൊടുക്കുക. പിന്നെ ലോൺ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 lakhs അടുത്ത് ലോൺ കിട്ടും. 3 lakhs അടുത്ത് ലോൺ കിട്ടുന്നുണ്ട്. വേറെ ഒരു ക്ലെയിമോ കാര്യമൊന്നുമില്ല. ഒരു 78,000-80,000 രൂപ വേണ്ട, നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയൊരു മുതലാണ്. ഒരു ഓട്ടോമാറ്റിക് മുതൽ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയാവില്ല. വണ്ടി വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ സർവീസ് ഇപ്പോൾ ഒരു 1000 കിലോമീറ്റർ മുന്നേ ചെയ്താണ്. 4 ടയറും ഫുള്ളുണ്ട്, പുതിയ ടയർസ് വന്നാലും. ഓക്കെ. പിന്നെ ഇപ്പോൾ പോളിഷിങ് ഇന്റീരിയറും ചെയ്യും. എടുക്കുക ഓടിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. സർവീസ് ഒന്നും ചെയ്യാനില്ല. ഓക്കെ. വാറണ്ടി ഉണ്ട് വണ്ടിക്ക്. അടുത്തത് നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് പോകണം അല്ലേ? ഇനി അടുത്ത് നമ്മളെ ഷോപ്പിൽ വേറെ ഷോപ്പിലേക്ക് പോകണം. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പുതിയ സ്റ്റോക്കാണ്. അപ്പം കിട്ടിയ പാടെ തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം തന്നെ ഈ ചെയ്തു പോകുന്നത്, കാരണം അല്ലെങ്കിൽ വണ്ടി സ്റ്റോക്ക് ഇനിയൊരു ലിനിയാണല്ലേ വെയിറ്റിംഗ് ഉള്ളത്. നമ്മുടെ ലിനിയ അവിടേക്ക് പോയിട്ട് അത് ചെയ്യാം അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് i20 ആണ് അടുത്ത വാഹനം. ഫ്ലൂയിഡിക് ഷേപ്പ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2012 i20 സ്പോർട്സ് പെട്രോൾ ആണ്. ഓക്കെ. പെട്രോള് അതിൽ ഫീച്ചേഴ്സ് വരുന്നത് സിംഗിൾ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. റെയിൻ സെൻസിംഗ് വൈപ്പർ, ഡിഫോഗർ ഉണ്ട്, ഉണ്ടോ, അലോയ് ഉണ്ട്, ഇലക്ട്രിക് മിറർ ഉണ്ടോ, അഡ്ജസ്റ്റബിൾ മിറർ ഉണ്ട്, അഡ്ജസ്റ്റബിൾ മിറർ ഉണ്ട്. ടോപ്പിലേക്ക് വരുമ്പോൾ പുഷ് ബട്ടൺ ഉണ്ടാവില്ല, ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല.
പുഷ് ബട്ടൺ, ബാക്ക് വൈപ്പർ, ഒരു എയർ ബാഗിന്റെ ഒരു എയർ ബാഗിൻ്റെ ഇതിന് ഡെയിലി റണ്ണിംഗ് ലാമ്പും കൂടെ വരും. അഡീഷണൽ സ്പോർട്സ് ഓപ്ഷനല്ല. ഓക്കെ, സ്പോർട്സ് ഓപ്ഷണൽ 2012 മോഡൽ i20 ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാം. അല്ല, ഇത് തേർഡ് ഓണർഷിപ്പിലാണ്. തേർഡ് ഓണർഷിപ്പ്. എന്താ ക്ലെയിമോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, മൈലേജ് ഏകദേശം ഒരു 11 to 15 റേഞ്ചൊക്കെ കണ്ടാവും. 10-15 ടൗണിലും 14-15 ഹൈവേയിലും. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? നമുക്ക് 2,38,000 കൊടുക്കാം. അതിലൊരു 185 വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, 2,38,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയൊരു പെട്രോൾ i20 ആണ്. ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ലുക്കും ഉണ്ട് അല്ലേ? ഏകദേശം സർവീസ് കോസ്റ്റും കുറവായിരിക്കും. ഒരു 5 രൂപ 4 രൂപക്ക് സർവീസ് ചെയ്യാം. പുറത്തുനിന്ന് ഒരു 3,000 രൂപ റേഞ്ചിൽ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനവും ഫിയറ്റ് തന്നെയാണ്. എന്താ പറയുക, നമ്മളെല്ലായ്പ്പോഴും പറയുന്നതാണ് ഫിയറ്റിൻ്റെ വണ്ടികളും ഫോർഡിൻ്റെ വണ്ടികളും ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. നല്ല വണ്ടികൾ കേട്ടോ, നല്ല വണ്ടികൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനം നമ്മളിപ്പോൾ ഇത് പോളിഷ് സെൻ്ററാണ് ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ്. എന്തായാലും KL11 രജിസ്ട്രേഷൻ വരുന്ന കോഴിക്കോട് രജിസ്ട്രേഷൻ ഫിയറ്റ് ലീനയാണ്. നല്ലൊരു അടിപൊളി സെഡാൻ വാഹനം. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2015 ഡിസംബർ ഫിയറ്റ് ലീനിയ. അതിന്റെ പുതിയ ഷേപ്പാണ്. ലാസ്റ്റിലേക്ക് ഇറങ്ങിയ ഫേസ് ലിഫ്റ്റഡ് ഷേപ്പാണ്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ അല്ല, സെക്കൻഡ് ജനറേഷൻ. അതിൽ ഇതിന് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇമോഷൻ എന്ന് പറഞ്ഞ വേർഷനാണ്. അതിൽ ഡീസൽ എഞ്ചിൻ, ഡീസൽ മൾട്ടിജെറ്റ് മൾട്ടിജെറ്റ്. അതിൽ ഡ്യുവൽ എയർ ബാഗ്, ABS, AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ക്രൂസ് കൺട്രോൾ, ഓട്ടോ ഹെഡ്ലൈറ്റ്സ്. അത്രയാണ് അതിൽ ഫീച്ചേഴ്സ് വരുന്നത്. എല്ലാം വർക്കിംഗ് അല്ല? എല്ലാം വർക്കിംഗ്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡാണ്. അബവ് 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാറിയതാണ്. വേറെ എടുക്കുന്നതൊക്കെ ജസ്റ്റ് ഒരു ബേസിക് സർവീസ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ലോണ് കാര്യങ്ങളൊന്നും കിട്ടില്ല. ഏകദേശം സർവീസ് കോസ്റ്റ് വരുന്നത് കമ്പനിയിൽ വിചാരിച്ചാൽ 9,000 ഒക്കെ വരും. പുറമെ ചെയ്യാൻ വെച്ചാൽ ഒരു നമ്മൾ സ്വിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സെയിം കോസ്റ്റ് ഒരു 4,000-5,000 അറേഞ്ച് ചെയ്യാം. ഓക്കെ, കമ്പനി എന്ന് വെച്ചാൽ കമ്പനി ഇപ്പോൾ ഇല്ല, പക്ഷേ സർവീസ് ഉണ്ട്. സർവീസ് കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീപ്പിൻ്റെ സർവീസ് സെൻറ്റർ തന്നെയാണ് ഫിയറ്റിൻ്റെ സർവീസ് വരുന്നത്. നിങ്ങൾ പുറമെ നോക്കിയാൽ കാണാം ജീപ്പ് ഫിയറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, സർവീസ് ഇപ്പോഴും കമ്പനി കൊണ്ടുപോയി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൈലേജ് ഏകദേശം ഒരു 18 മുതൽ 20 അറേഞ്ച്. ഇപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 2,45,000 കൊടുക്കാം. 2,45,000 2015 ന്യൂ ഷേപ്പ്, അന്നിറങ്ങിയ ലാസ്റ്റ് ഷേപ്പ് ഫേസ് ലിഫ്റ്റ് ഫിയറ്റ് ലീനിയ ഡീസൽ. ഏകദേശം ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനം. 2,45,000 വെറും 2,45,000 കൊണ്ടുപോകും. നല്ല അടിപൊളി ഒരു ബ്ലാക്ക് കളർ. ഇത് പോളിഷിങ് കൂടി കഴിഞ്ഞാൽ തിളങ്ങും അല്ലേ? ഇഷ്ടപാടാണ്, അതാ നേരെ പോളിഷിങ്ങിൽ കൊണ്ടുവന്ന്. ഓക്കെ, അലോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രണ്ട് നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ട്. പുറകിൽ ആവറേജിന് മുകളിലുണ്ട്. നല്ല സീറ്റ് കവേഴ്സും. എടുക്കുന്ന ആളൊന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ജനറൽ സർവീസ് എല്ലാം കഴിഞ്ഞു അല്ലേ? മേജർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ജനറൽ സർവീസ് ചെയ്യാം മാത്രം ചെയ്താൽ മതി. ഓക്കെ, ജനറൽ സർവീസ് ഏത് വണ്ടി എടുത്താലും ഒരു 6,000 രൂപയുടെ സർവീസ് ചെയ്യണം. അത് ചെയ്യാം. യൂസ്ഡ് കാറാണ്, അപ്പോൾ അതിൻ്റെ സർവീസ് ഇതിൽ വേറെ വർക്കൊന്നുമില്ലല്ലോ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇഞ്ചക്ടറോ കാര്യങ്ങളൊന്നുമില്ല. ഇഞ്ചക്ടറൊന്നും ഇതിന് അങ്ങനെ പ്രശ്നം വരുന്നില്ല. മൾട്ടി എഞ്ചിനാണ് അല്ലേ? അപ്പോൾ 2,45,000 ഒരു അടിപൊളി സെഡാൻ വണ്ടി കൊണ്ടുപോകാം. വേറെ ഒന്നും നോക്കാനില്ല. പെട്ടെന്ന് വിളിച്ചോ. ലോണും കാര്യമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. നോക്കേണ്ട ആവശ്യമില്ല, നഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർസ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക. കമൻസ് വായിക്കാതെ ഞാൻ മുന്നോട്ട് പോകാറില്ല. അപ്പോൾ കമൻസ് ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ മാക്സിമം ഷെയർ കൊടുക്കുക. കാരണം അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഹിക്കിൾസാണ് ഇവർ സെല് ചെയ്യുന്നത്. അപ്പോൾ ഷെയർസ് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള അല്ല ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ ഒരു കാർ അവർക്ക് എടുക്കാൻ സാധിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ക്വാളിറ്റിയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എല്ലാ വണ്ടികളും കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ നമ്പറിലേക്ക് കാറ്റലോഗ് നോക്കിയാൽ മതി. ഓക്കെ, ഫോട്ടോസും കാര്യങ്ങളും ഡീറ്റെയിൽ കംപ്ലീറ്റ് എല്ലാം ലൊക്കേഷനും അതിലുണ്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണം. എല്ലാവർക്കും നന്ദി. അനുദേ, താങ്ക് യു, ബൈ.